എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. എത്ര വർഷം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഫയലാണ്. ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അവരുടെ സ്നേഹം ഒരിക്കലും തകരാതെ നിങ്ങൾക്ക് ഇപ്പോഴും അവർ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് ഡീവിളാണ്. നിങ്ങളുടെ സ്നേഹത്തിലൊരു തകർച്ച സംഭവിച്ച സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സംശയത്തിനൊരു കാരണമുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്, ഒരു പൈലാണ്, ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എങ്കിലും, അല്ലെങ്കിൽ പരസ്പരമുള്ളൊരു വിശ്വാസക്കുറവിൻ്റെയോ പരസ്പരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെയോ ആയ ഒരു തലം ഇപ്പോൾ നിങ്ങളുടെ പ്രണയത്തിലുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ തീർച്ചയായിട്ടും. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ തോന്നലാകാം. ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, പലപ്പോഴും ചില ദുഷ്ടശക്തികൾ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാം. ദേഷ്യം, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ദേഷ്യപ്പെടുന്നൊരവസ്ഥ. വെറുപ്പ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വെറുക്കപ്പെടുന്നൊരവസ്ഥ. ഒരു കലഹത്തിൻ്റെ അവസ്ഥ, ഒരു തകർച്ചയുടെ, ഒരു സന്തോഷമില്ലായ്മയുടെ, ഒരു യാന്ത്രികതയുടെ, ഒരു അടിമത്വത്തിൻ്റെ, ഒരു അടിച്ചേൽപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു സാഹചര്യം അവിടെ കാണാം. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള സ്നേഹം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് സ്നേഹിക്കാനാണ്. ഇത്രയൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് പോകാനും സ്നേഹിക്കാനുമാണ്. കാരണം നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഒരു മാറ്റം ഉണ്ടാകും. ഒരു മാറ്റം, ചിലത് മറക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, ചിലത് പുറത്തു കൊടുക്കണം, ചിലത് ക്ഷമിച്ചു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ചിലർ ചെയ്തത് വലിയ മോശമായ സംഭവമാകാം. നിങ്ങൾക്കതിൽ ദുഃഖം ഉണ്ടാകാം. പക്ഷേ അത് നമ്മൾ ചിലത് ക്ഷമിച്ചേ തീരൂ. നമ്മൾ ചിലത് മറന്നേ തീരൂ. കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നാളത്തെ ഒരുപാട് സന്തോഷങ്ങൾക്ക് വേണ്ടി, നാളത്തെ ഒരുപാട് വിജയങ്ങൾക്ക് വേണ്ടി, എന്തിന്, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി, ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി നമ്മൾ പലതും ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും അതിലൂടെ നേടുകയും ചെയ്യുന്ന ഒന്നാണെന്ന് നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്നൊരു തീരുമാനം നിങ്ങൾ ഒരു കാര്യത്തിലും ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ബാധകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകുമ്പോൾ, ഉറക്കം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ പ്ലാനുകൾ തെറ്റിയോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഉറപ്പിച്ചു വച്ച കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ, നിങ്ങൾ വിശ്വസിച്ച ആളുകൾ, അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു. മനസ്സിന് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സമാധാനമാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ആ സമാധാനം നഷ്ടപ്പെട്ടോ എന്നുള്ള ചിന്ത നിങ്ങളിൽ വരുന്നു. ആ സമാധാനത്തിൻ്റെ നഷ്ടപ്പെടൽ നിങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ജീവിതമാണ്. ഒരിക്കൽ പോലും സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ജീവിതത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ഭയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? എന്ത് ദുഃഖമായിരിക്കും അവിടെ ഉള്ളിലേക്ക് വന്നത് എന്നുള്ള ചിന്ത നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിട്ടേക്കാം. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തോ ഒരു മാനസികമായ വിഷമം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. ആ വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്.
ആ വിഷമത്തിൽ നിന്ന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറണം. നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് മാറിയേ തീരൂ. ആ ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ദുഷ്ടശക്തികളുടെ പ്രേരണകളൊക്കെ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് നിങ്ങളെ ഈ ജീവിത കാലഘട്ടം മുഴുവനും അതിന് ശേഷമൊക്കെ സംരക്ഷിക്കാനും വിജയിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് നിങ്ങൾ ആ പരമസത്യം മനസ്സിലാക്കുക. യൂണിവേഴ്സ് അത്ര പവർഫുള്ളാണ്. നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ കണ്ണീരൊപ്പാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ഇല്ലാതാക്കാനൊക്കെ യൂണിവേഴ്സിന് സാധിക്കും. യെസ്, നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും. പോസിറ്റീവ് എനർജി വരട്ടെ. ഈ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ പോട്ടെ. യെസ് എന്ന് പറയുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ആ വ്യക്തി നിങ്ങളെ മുൻപ് എത്രമാത്രം സ്നേഹിച്ചുവോ അത്രയും സ്നേഹത്തിൽ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ ഒരിക്കലും അതോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. ആ സ്നേഹം നിങ്ങൾക്ക് മാറ്റപ്പെടും, നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചില കാര്യങ്ങൾ ചിലർ ചെയ്തത് നിങ്ങൾക്ക് മറക്കേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അറിയാം. അതൊക്കെ നിങ്ങൾ വിടുക, നിങ്ങളുടെ ശക്തിക്ക് വിടുക. നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ മാറി അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും സ്വീകരിക്കുന്ന, ആ വ്യക്തി എന്തും നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു രീതിയിലേക്ക് എത്തും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ പവർ ലഭിക്കും. ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കും. അത് റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാം. ആരോഗ്യം നഷ്ടപ്പെട്ടവിടുത്തെ ആരോഗ്യം തിരിച്ചു വരും. നെഗറ്റീവായ മനസ്സിന് പകരം പോസിറ്റീവായ മനസ്സ് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടും. നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു ആത്മീയ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ വരും. നിങ്ങൾ നഷ്ടപ്പെട്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചെടുത്തുനിന്ന് ഇതാ ആ ആത്മീയ ചിന്ത, ആ ശക്തി നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. നിങ്ങളിനി ആ ചിന്തയ്ക്കൊപ്പം, ആ ശക്തിക്കൊപ്പം സഞ്ചരിച്ചാൽ മാത്രം മതി. ഇത് പോസിറ്റീവ് എനർജി ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്കത് ലഭിക്കും. തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളെ സഹായിക്കാതിരുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങളെ സഹായിക്കുന്ന ആളുകളെ കാണുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചവരിൽ നിന്ന് നിങ്ങൾക്കെല്ലാം നേടുന്ന തലത്തിലേക്ക് വരുന്നു. ഇതുവരെ നിങ്ങൾ ആരും കണ്ടില്ല. നിങ്ങളെ സഹായിക്കുന്ന ആളുകളെ നിങ്ങൾ തേടി നടന്നിട്ടും കണ്ടില്ല. ഇനി നിങ്ങളെ സഹായിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു. നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ലഭിക്കാൻ പോകുന്നു. എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു. ആരാണ് നിങ്ങളെ സഹായിക്കാതിരുന്നത് അത് മാറി സഹായിക്കുന്നവർ വരുന്നു. ഈശ്വര ചൈതന്യം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളെ വിളിക്കും. നിങ്ങളെ വെറുക്കുന്നു എന്ന് പറഞ്ഞവർ, നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾ, ആ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ച ആൾ നിങ്ങളെ പരിഗണിക്കുമോ, നിങ്ങളെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുത്തു പോകുമോ എന്ന് വിചാരിച്ച വ്യക്തി നിങ്ങളെ വിളിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് കാണാം. ആ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാവും. പോസിറ്റീവായിട്ട് മാറ്റങ്ങളുണ്ടാവും. ആ വ്യക്തിയുടെ മനസ്സ് മാറി പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. ആ വ്യക്തി നിങ്ങളെ വിളിക്കും. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ സ്റ്റാറ്റസിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ആ വിധി പറയപ്പെടും. അത് പോസിറ്റീവായിരിക്കും. പുതിയ ഒരു ബന്ധം പോലെ അതിന് ദൃഢതയും സൗമ്യതയും ലഭിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. ആ വ്യക്തി നിങ്ങളെ തിരിച്ച് വിളിക്കുകയും നിങ്ങളെ ആവശ്യപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ വിജയമായിരിക്കും അത്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റപ്പെടും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക, പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുക. പോസിറ്റീവ് എനർജിയുടെ ശക്തിയിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്കകൾ മാറി നിങ്ങൾക്ക് കൂടുതൽ ദൃഢമായൊരു ബന്ധം ആ വ്യക്തിയായിട്ടുണ്ടാവും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.